ഞാനിന്ന് ട്രിവാൻഡ്രം ഹെയറോക്രാഫ്റ്റിൽ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ആക്ച്വലി എൻ്റെ ഫ്രണ്ട് വഴിയാണ് ഞാൻ ഹെയറോക്രാഫ്റ്റിനെ പറ്റി അറിയുന്നത്. അപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയ വഴിയും ഇവരുടെ അപ്ഡേഷൻസ് കാര്യങ്ങളെല്ലാം ഞാൻ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരുവിധം എല്ലാവർക്കും നല്ല റിസൾട്ട് ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒന്ന് കൺസൾട്ട് ചെയ്യുകയും ചൂസ് ചെയ്യുകയും ചെയ്തത്. ആക്ച്വലി എനിക്ക് അത്യാവശ്യം നല്ല ഹെയർ ഉണ്ടായിരുന്നു മുന്നേ. ടോപ്പ് ബണ്ണൊക്കെ ചെയ്ത് നല്ല ടൈറ്റ് ചെയ്ത ഹെയർ വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ അതിനുശേഷം കുറച്ച് ഒരു ഹെയർ സ്റ്റൈൽ കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തതിന് ശേഷം പിന്നെ അത് ഹെയർ ഷോർട്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷോർട്ടാക്കി കഴിഞ്ഞതിന് ശേഷം അത്യാവശ്യം ഹെയർ ലോസും കാര്യങ്ങളും ഞാൻ ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ മാക്സിമം ഹെയർ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിപ്പോൾ കറൻ്റ് വർക്ക് ചെയ്യുന്നത് കൊച്ചിയിലാണ്. അപ്പോൾ കൊച്ചിയിലെ വെള്ളം, പൊല്യൂഷൻ, അതെല്ലാം കൂടെ എനിക്ക് ഹെയർ കാര്യങ്ങളൊക്കെ ഒന്ന് കെയർ ചെയ്യാൻ ഒട്ടും കംഫർട്ടബിൾ ആയിരുന്നില്ല. ആക്ച്വലി ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ച് ഇപ്പോഴൊന്നും ചിന്തിച്ചതല്ല. ഞാൻ ഉള്ള ഹെയർ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോവാം. ഈ ഒരു ഏരിയ ആണെങ്കിൽ ഇവിടെ ടോപ്പിലുള്ള ഹെയർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ചാൾ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ള രീതിക്കായിരുന്നു. കാരണം എനിക്ക് പിന്നീട് ഹെയർ ഫോളും കാര്യങ്ങളൊന്നുമില്ല. ആകെ ഒരു ഹെയർ ലൈൻ്റെ ഇഷ്യൂ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ആക്ച്വലി ഞാനൊരു ഫ്രീലാൻസ് മോഡലും കൂടെയാണ്. അപ്പോൾ ഞാൻ അത്യാവശ്യം ഷൂട്ട് കാര്യങ്ങളൊക്കെ പോകാറുണ്ട്. അപ്പോൾ ഒരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു ഒരു മേക്ക് ഓവർ സ്റ്റുഡിയോയ്ക്ക് വേണ്ടി. അപ്പോൾ അറ്റൻഡ് ചെയ്യാൻ വന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ അത്രയും പേരുടെ ഫ്രണ്ടിലിരുന്നാണ് നമ്മൾ ഈ ഒരു മേക്ക് ഓവർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അത്യാവശ്യം വെൽ ഡ്രസ്ഡ് ആയിട്ട് അത്യാവശ്യം ഹെയറൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി നിന്നപ്പോൾ ആക്ച്വലി എല്ലാവരുടെയും മുമ്പ് വെച്ച് ഈ ഹെയർ സ്ട്രൈറ്റനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ കംപ്ലീറ്റ്ലി ഞാനങ്ങ് ഡൗൺ ആയി. കാരണം നമ്മൾ അത്രയും നാൾ ഹൈഡ് ചെയ്ത് വെച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയും പേരുടെ മുന്നിൽ വെച്ചിട്ട് നമുക്ക് ഹെയർ ഇല്ല എന്ന് വെച്ചാൽ ആ ഒരു കോൺഫിഡൻസ് പെട്ടെന്നുണ്ടായിരുന്ന ആ ഒരു വന്നപ്പോൾ ഉള്ള കോൺഫിഡൻസ് കംപ്ലീറ്റ്ലി പോയി. ഞാൻ ആക്ച്വലി ഇങ്ങനെ ഡൗൺ ആയിട്ടായിരുന്നത് മേക്ക് ഓവർ ചെയ്തപ്പോൾ മൊത്തം. കാരണം എല്ലാവരും ഫേസ് ചെയ്യുന്നുണ്ട്, അയ്യോ മുടിയില്ലല്ലോ, അങ്ങനെ ഒരു സംഭവം. കാരണം ഞാൻ ഓൾറെഡി ഹെയറിൻ്റെ കാര്യത്തിൽ ഇൻസെക്യൂർ ആണ്. ഇതിപ്പോൾ കംപ്ലീറ്റ്ലി ഇൻസെക്യൂർ ആയി. കാരണം ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല ആൾക്കാരുടെ മുന്നിൽ. എനിക്കില്ലെങ്കിൽ ഫേസ് നോക്കി സംസാരിക്കാനുള്ളൊരു കോൺഫിഡൻസ് എനിക്കില്ലായിരുന്നു. ഞാൻ മേക്ക് ഓവറിന് ഇരുന്നതിന് ശേഷം അവർ ആക്ച്വലി ഹെയർ സ്ട്രൈറ്റനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ കംപ്ലീറ്റ്ലി നമുക്കിവിടെ ഒട്ടും തിക്കില്ലാത്ത ഹെയറാണ്. അപ്പോൾ അവർ കംപ്ലീറ്റ്ലി സ്ട്രൈറ്റനിങ്ങും കൂടെ ഇട്ട് പിടിച്ചതിന് ശേഷം എനിക്ക് കംപ്ലീറ്റ്ലി എന്തോ ഹെയർ ഒട്ടും ഇവിടെ ഇല്ല എന്നുള്ളൊരു ഫീലാണ് ഉണ്ടായിരുന്നത്. ഞാൻ ഈ ഉള്ള ഹെയർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി PRP കാര്യങ്ങളെല്ലാം ഒരു 6 ഡോസിന് മേളിൽ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി അതെനിക്ക് റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. ഉള്ള ഹെയർ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. പക്ഷേ എനിക്ക് ഹെയർ ലൈൻ കംപ്ലീറ്റ്ലി പോയിട്ടുണ്ടായിരുന്നു അന്നേരത്തേക്കും. പിന്നെ എന്തുകൊണ്ട് ഞാൻ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചൂസ് ചെയ്യുന്നത് വെച്ചാൽ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ചെയ്തിട്ടുണ്ട്. അവരുടെ എക്സ്പീരിയൻസ് അവർ ഷെയർ ചെയ്യുകയും പിന്നെ എനിക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു ക്ലിനിക്ക്, ഞാൻ ഒരുപാട് ക്ലിനിക്കിൽ ഇതേപോലെ പോയി കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് അങ്ങോട്ട് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പിന്നെ കുറേ അലിഗേഷൻസ് നടക്കുന്നുണ്ടല്ലോ ഇപ്പോൾ കംപ്ലീറ്റ്ലി ഹെയർ ട്രാൻസ്പ്ലാന്റിനൊക്കെ പറ്റിയിട്ട്. അപ്പോൾ ഏത് ചൂസ് ചെയ്യണം അങ്ങനെ ഒരു ഐഡിയ ഇപ്പോഴും എനിക്ക് കിട്ടിയിട്ടില്ല. ആക്ച്വലി എൻ്റെ ഫ്രണ്ട് വഴിയാണ് ഞാൻ ഹെയറോക്രാഫ്റ്റിനെ പറ്റി അറിയുന്നത്. അപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയ വഴിയും ഇവരുടെ അപ്ഡേഷൻസ് കാര്യങ്ങളെല്ലാം ഞാൻ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ രണ്ട് ഏരിയയിലായിരിക്കും നമ്മൾ ഇതിൻ്റെ റൈറ്റ് സൈഡിലാണ് കൂടുതൽ വേണ്ട ഏരിയ. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ ഫുൾ ഡെൻസിറ്റിയാണ് പോകുന്നത്, റൈറ്റ് സൈഡ് ലെഫ്റ്റ്. ഈ സെൻട്രൽ റീജിയന് ആക്ച്വലി ഗ്രാഫ്റ്റ് ഉണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള രീതിയിലേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. ഇത് വരയ്ക്കുന്നതാണ് ഡോണർ ഏരിയ. ഇവിടെ നിന്നാണ് നമ്മൾ ഗ്രാഫ്റ്റ് ഹാർവെസ്റ്റ് ചെയ്തിട്ട് ഇംപ്ലാന്റ് ചെയ്യാൻ പോകുന്നത്. ഈ കേസിന് നമ്മൾ എടുക്കാൻ പോകുന്നത് 2000 അല്ല 2200 ഗ്രാഫ്റ്റാണ്. എൻ്റെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ഇപ്പോൾ കഴിഞ്ഞു. എനിക്കങ്ങനെ പെയിനായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. നമുക്ക് ആ ഒരു അനസ്തേഷ്യ തരുമ്പോൾ ഉള്ള ഒരു പെയിനേ ഉള്ളൂ. പക്ഷേ അതൊരു എക്സ്ട്രീം പെയിനൊന്നുമല്ല, നമുക്ക് ടോളറേറ്റ് ചെയ്യാന്നുള്ളൊരു പെയിനേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അല്ലാണ്ട് പ്രൊസീജിയറിൽ നമുക്കങ്ങനെ പെയിനും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല.